السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا إنك أنت الغفور الرحيم، وارحمنا إنك أنت أرحم الراحمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഒരു തൗഫീഖാണ് ഈ ദിവസം നമുക്ക് അല്ലാഹു ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം നൽകി എന്നത്. നമ്മളെത്ര അല്ലാഹുവിനെ സ്തുതിച്ചാലും മതിയാവില്ല. നമുക്കറിയാം, ഈ നാട്ടിൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശം കിട്ടി എന്നുള്ളതിൽ സംതൃപ്തരാണ് നമ്മൾ. UAE ജീവിക്കാനുള്ള വിസ കിട്ടി, കഴിഞ്ഞുകൂടാനുള്ള സൗകര്യങ്ങൾ കിട്ടി, ജോലി കിട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിൻ്റെ എത്ര മടങ്ങ് നമ്മൾ സന്തോഷിക്കണം. ഈ ഭൂമിയിൽ അല്ലാഹു തആല നമുക്ക് ജീവിക്കാൻ അനുവാദം തന്നത്. ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്കൊന്നും കിട്ടിയിട്ടില്ല. പോയി അവർ. ഖുർആൻ പറഞ്ഞില്ലേ, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി വമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലൂ തബ്ദീല. മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ സദഖൂ മാ അഹദുല്ലാഹ അലൈഹി, അല്ലാഹുവുമായി ഉണ്ടാക്കിയ കരാറുകളെ അവർ സത്യപ്പെടുത്തി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് കരാർ. ഒന്നാമത്തെ കരാർ അതാണ്, സത്യപ്പെടുത്തി. അത് സത്യപ്പെടുത്തി. യുദ്ധത്തിന് ശേഷമാണ് ഈ വചനം അവതരിക്കുന്നത്. അത് സത്യപ്പെടുത്തി അവർ കാണിച്ചു കൊടുത്തു ജീവിതത്തിൽ. വല്ലാത്ത കാണിച്ചു കൊടുക്കല. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ചില സഹാബികളിൽ ചിലർ നബിയുടെ മുമ്പിൽ വന്ന് ഖേദം പറഞ്ഞു, സങ്കടം പറഞ്ഞു. എന്തിനവർ നബിനോട് പറഞ്ഞു, നബിയെ, ഇനിയെങ്ങാനും ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കും ആരാ ഞങ്ങൾ. അതായിരുന്നു കരാ. നമ്മളും അങ്ങനെ വലിയ വർത്താനൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കും. ഇത് പറയാൻ വേണ്ടി മുന്നിൽ നിന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അനസ് ബിനു നദർ എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. അനസ് ബിനു നദർ. യുദ്ധം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ യുദ്ധം കഴിഞ്ഞ സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്നു നോക്കുകയാണ്. ആരൊക്കെ മരിച്ചത്, ആരൊക്കെ ബാക്കിയുണ്ട്. അങ്ങനെ കൂട്ടിക്കഴിച്ച് കണക്ക് നോക്കുമ്പോൾ ഒരാളെ കാണാനില്ല. മരിച്ച കൂട്ടത്തിലുമില്ല, ജീവനുള്ള കൂട്ടത്തിലുമില്ല. അത് നോക്കുമ്പോൾ ഇദ്ദേഹമാണ് അനസ് ബിനു നദർ. എവിടെ പോയി? അദ്ദേഹത്തിൻ്റെ സഹോദരിയുണ്ട് ആ യുദ്ധക്കളത്തിനടുത്ത്. അവരെ വിളിച്ച് നബി വിവരം പറഞ്ഞു. അവർ തിരയാൻ തുടങ്ങി. അവർ തിരഞ്ഞപ്പോൾ ഒരു വിരൽ കിട്ടി. ആ വിരലിന് മേലെ അനസ് ധരിക്കാറുള്ള മോതിരമുണ്ട്. അനസ് ബിൻ നദറിനൊരു മോതിരം ഉണ്ടായിരുന്നു. അന്ന് മോതിരമുണ്ട്. മോതിരത്തുമ്പോൾ സീലൊക്കെ ഉണ്ടാവും, പേരൊക്കെ സീൽ ചെയ്തിട്ടുണ്ട്. ഈ മോതിരവുമായി സഹോദരി നബിയുടെ സന്നിധിയിലേക്ക് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ആ വിരൽ വാങ്ങി, ഒരു ജീവനില്ലാത്ത വിരല. നബി ഇങ്ങനെ ആ വിരൽ കയ്യിൽ വെച്ച് അതിലേക്ക് ഇങ്ങനെ നോക്കി നിന്നപ്പോൾ നബിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിൽ ഇങ്ങനെ ഒലിച്ചു ആ വിരലിലേക്ക്. അപ്പോഴാണ് ജിബ്രീൽ വന്നത്. അപ്പോഴാണ് പറഞ്ഞത് മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹി അലൈഹി. മുഅ്മിനുകളുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവർ പറഞ്ഞാൽ വാക്കാ, അങ്ങനെ പറയില്ല, പറഞ്ഞാൽ വാക്കാണ്. വമിൻഹും മൻ ഖളാ നഹ്ബഹു, അവരിൽപ്പെട്ട മഹാഭൂരിപക്ഷവും അവരുടെ ഊഴം കഴിഞ്ഞ് പോയി. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മളൊക്കെ ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. വമിൻഹും മൻ യൻതളിർ, നമ്മളെ രണ്ടാമത്തെ ടീമ കാത്തുക്കാം, എപ്പോഴാ ഊഴം. വല്ലാഹി കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബ പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല ഈ വെള്ളിയാഴ്ച ഞാൻ ഉണ്ടാവും. അതിനു മുമ്പ് കളിൻ്റെ മയ്യത്ത് നിസ്കരിക്കുന്നതേ കരുതി. പക്ഷെ അള്ളാഹു ഇനി അവസരം തരാം. എല്ലാ ലക്ഷണവും അള്ളാഹുവിനക്ക് കാണിച്ചു തന്നിരുന്നു. എന്തിനാ സാധനമാരെ? ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. വിശുദ്ധ റമദാൻ അതിവേഗമാണ് സഞ്ചരിച്ചത്. നമ്മളതിൻ്റെ കൂടെ ഓടിയിട്ടെത്തണില്ല. നമ്മൾ ആലോചിക്കണം, തുടങ്ങിയപ്പോഴുള്ള സ്പീഡ് നമുക്കുണ്ടോ? ഇല്ലാത്തതുകൊണ്ട് നമ്മളെത്താത്തത്. തുടങ്ങുന്നതിൻ്റെ 1-2 ദിവസം നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരുന്നതാ. വന്നപ്പോൾ ഓടി, ചിലപ്പോൾ അതിൻ്റെ മുമ്പിലെത്തിയിരുന്നു ഓടിയിട്ട്. പക്ഷെ ഇപ്പം നമ്മളെ സ്പീഡ് കുറഞ്ഞു പോയോ? സഹോദരങ്ങളെ, 2 കാര്യം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്താണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും അത് ചോദിച്ചുകൊണ്ടിരുന്നോളി. റഹ്മത്ത് കിട്ടിയാൽ ദുനിയാവിൽ രക്ഷപ്പെടും, മഗ്ഫിറത്ത് കിട്ടിയാൽ പരലോകത്തും രക്ഷപ്പെടും. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ എന്ന് പറഞ്ഞു. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ വസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ. എൻ്റെ റഹ്മത്ത് വിശാലമാണ്, എല്ലാറ്റിലുമുണ്ട്. പക്ഷെ അത് ഞാൻ കൊടുക്കുക ആർക്കായിരിക്കും? എന്നെ സൂക്ഷിച്ച് ജീവിക്കുന്നവരായിരിക്കും. അതിനാണ് റമദാൻ തന്നത്, ലഅല്ലക്കും തത്തഖൂൻ. സഹോദരന്മാരെ, തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരം തെറ്റുകളിലും കുറ്റങ്ങളിലുമൊന്നും പെടാതെ അതിൽ നിന്ന് അകലാൻ വേണ്ടി നമ്മളെ ഒരുക്കുന്ന ആത്മീയതയാണ് ഈ റമദാനിൽ ലഭിക്കേണ്ട തഖ്വ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയണോ നമ്മൾ നോക്കണം, പരിശോധിക്കണം എല്ലാവരും. അള്ളാഹുവിൻ്റെ അടുപ്പം അത് നമുക്ക് അന്യമാകാൻ പാടില്ല. അള്ളാഹിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവണം, നമ്മളെ കണ്ടാൽ അള്ളാഹുവിനും മനസ്സിലാവണം. നമുക്കറിയാം, ഇന്നത്തെ ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവിലെ ഒരു അത്ഭുതം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഭയങ്കര ഫജ്ർ കഴിഞ്ഞാൽ നമ്മൾ ഖുത്ബയിൽ പറഞ്ഞ മലക്കുകളൊക്കെ തിരിച്ചു പോകും. എല്ലാവരും ആദ്യം പോവുക ജിബ്രീലാണ്. ജിബ്രീൽ പോയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് സമാ ദുനിയയിൽ. സിദ്റത്തുൽ മുൻതഹയുടെ അടുത്തു നിന്നാണ് ഇവർ വന്നത്. അതിൻ്റെ കുറച്ച് മുമ്പ് വഴിയിൽ വെയിറ്റ് ചെയ്യാം. എല്ലാവരും വന്ന് എന്നിട്ട് മീറ്റിംഗ് കൂടുക മലക്കുകളിൽ. ഞാൻ പറഞ്ഞില്ലേ, ആകെ മാറുകയാണ്, പ്രപഞ്ചം തന്നെ മാറും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാം മാറുക, പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥ തന്നെ മാറുക. മീറ്റിംഗ് കൂടിയിട്ട് ഓരോരുത്തരുടെ പേരും അവരുടെ വാപ്പാൻ്റെ പേര് വെച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചിന്തിക്കാൻ പറ്റും നമുക്ക് എത്ര കോടി ഉണ്ടാവും? നമ്മൾ വിചാരിച്ചോ നമ്മളൊന്നും ആരും ഗൗനിക്കാനില്ലാത്തവരാന്ന് വിചാരിച്ചോ? ആരും നമ്മളെപ്പറ്റി ചോദിക്കാനില്ല എന്ന് കരുതിയോ? ഓരോരുത്തരുടെ പേരും വാപ്പാൻ്റെ പേര് വെച്ചിട്ടേ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
എന്നിട്ട് ഓരോരുത്തരെ പേരും പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മലക്കുകൾ. എന്താണെന്ന് ആലോചിച്ചു ആ സംഭവം. ആ പ്രാർത്ഥനയൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. വലിയ പ്രാർത്ഥനയാണ്. റബ്ബനാ വദ്ഖിൽഹും ജന്നാത്ത്. ആഗ്രഹമാണ് മലക്കുകൾക്ക് നമ്മളെ സ്വർഗത്തിലേക്ക്. നമ്മൾ മാത്രമല്ല, വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരുടെ കൂട്ടത്തിൽ നിന്ന് നല്ല അവരുടെ ഇണകളെയും നല്ല മക്കളെയും ഇല്ലേ, ഈ മക്കൾക്കും കൂടി വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ നോക്കണം സഹോദരന്മാരെ, ഭയങ്കര പ്രശ്ന കലുഷിതമാണ് നമ്മുടെ ജീവിതം. എല്ലാവരും അസ്വസ്ഥരാണ്. ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 5 ആളെങ്കിലും ചുരുങ്ങിയത് തന്നെ വിളിക്കും. പ്രശ്നങ്ങളാണ് എല്ലാവർക്കും. പ്രശ്നമില്ലാത്ത ആരുമില്ല. ഞാൻ അവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥയെ പറയുള്ളൂ. വേറൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ വേറൊന്നും പഠിച്ചിട്ടില്ല പറയാൻ. ആകെ പ്രശ്ന സങ്കീർണമാണ്. പക്ഷെ എന്താ സഹോദരന്മാരെ നമ്മൾ ഗൗനിക്കാത്തത്? അല്ലാഹു തആല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് കാണിച്ചു തന്നിട്ടില്ലേ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, അതാണ് പ്രശ്നങ്ങൾ അവസാനിക്കാനുള്ള വഴി. സമാധാനം കിട്ടാൻ ഒറ്റ വഴിയുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അത് പറയുന്നുണ്ട്. അതിമനോഹരമായി അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോഴേക്ക് നിങ്ങൾ എന്താണ്ട, ബേജാറാകണ്ട. ലാ തുഫ്സിദ് ഫറഹതക ബിൽ ഖലഖ്. അദ്ദേഹത്തിൻ്റെ വാചകം. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം എന്തെങ്കിലും അസ്വസ്ഥത വന്നിട്ട് നിങ്ങൾ കേടാക്കരുത്. അത് ജീവിതത്തിന്റെ ഭാഗമാണ്. വലാ തുഫ്സിദ് അഖ്ലക ബിത്തശാഉം. ദുശകുനം പറഞ്ഞിട്ട് നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ചീത്തയാക്കരുത്. അങ്ങനെയാണല്ലോ, ഞാൻ ശരിയാവൂല. ആളുകളുടെ ധാരണ അങ്ങനെ തന്നെ പറയുന്നത്. വലാ തുഫ്സിദ് നജാഹക ബിൽ ഗുറൂർ. വല്ലവരും വല്ലതിലും കൊണ്ടുപോയി വഞ്ചിച്ചു എന്നതുകൊണ്ട് നിന്റെ വിജയസാധ്യത മങ്ങരുത്. നമ്മളങ്ങനെയാണ്. ഇനി ഞാനില്ല. അല്ലെങ്കിൽ വലാ തുഫ്സിദ് തഫാഉലൽ ആഖിരീന ബിഇഹ്ബാതിഹിം. നമ്മളെ പറ്റിയല്ല, ചിലപ്പോൾ നമ്മൾ അപ്പുറത്തുള്ളവർ, അയാൾക്ക് ഭയങ്കര നഷ്ടമാണ്, അയാൾക്ക് ഭയങ്കര പ്രശ്നമാണ്, അയാളുടെ ജീവിതം കണ്ടില്ലേ, എന്നിട്ട് നമ്മളിങ്ങനെ വേദന വരും. നമ്മളെ ജീവിതം നമ്മൾ എന്താക്കുക, നശിപ്പിക്കുക. വലാ തുഫ്സിദ് യൗമക ബിന്നദരി ഇലൽ അംസ്. ഇന്നത്തെ ജീവിതം ഇന്നലത്തെ ജീവിതത്തെ നോക്കി ആരും കേടുവരുത്തണ്ട. ഇന്നലെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് ഖലത്ത് ലഹാ മാ കസബത്. കഴിഞ്ഞില്ലേ, ഞാൻ ഇതിനെപ്പറ്റി എന്തിനാ ചിന്തിക്കുന്നത്? ഇങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ലൗ തഅമ്മൽത ഫീ ഹാലിക്. എടോ മനുഷ്യ, നീ നിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കാം. ലവജദ്ത അന്നല്ലാഹ അതാക അശ്യാഅൻ ദൂന അൻ തത്ലുബഹ. അള്ളാഹു നിനക്ക് ഒരുപാട് സംഗതി എന്നത് നീ ആവശ്യപ്പെടാതല്ലേ? ആണോ അല്ലേ? ആവശ്യപ്പെടാൻ അറിയില്ലായിരുന്നല്ലോ. നമുക്ക് അറിയായിരുന്നോ? ആവശ്യപ്പെടാതെ തന്നെ ആവശ്യപ്പെടാനാണ് അള്ളാഹു തന്നത്. ഫസിഖ് അന്നല്ലാഹ ലം യംന അലൈക ഹാജത റഗ്ബതിഹാ ഇല്ലാ വലക ഫിൽ മൻഇ ഖൈർ. അതുകൊണ്ട് നിനക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. എന്തെന്നറിയോ? അള്ളാഹു നീ ചോദിച്ചിട്ട് ഒരു കാര്യം തന്നിട്ടില്ലെങ്കിൽ അത് തരാതിരിക്കലാണ് ഖൈറ് എന്നതുകൊണ്ടാ തരാത്തത്. ബസ് ചോദിച്ചിട്ട് തന്നില്ലേ, എന്നാൽ അത് തരാതിരിക്കലാണ് ഖൈറ്. കാരണം ചോദിക്കാതെയാണ് അള്ളാഹു നിങ്ങൾ തന്നതൊക്കെ. ഇദാ അഹബ്ബക അല്ലാഹ് ഫലൻ യുഹിബ്ബുക അഹദുൻ അക്സറ മിൻക. അള്ളാഹു നിന്നെ സ്നേഹിച്ചാൽ അള്ളാഹുവിനേക്കാൾ സ്നേഹിക്കാൻ ആരും ഉണ്ടാവില്ല. ഉണ്ടോ? അള്ളാഹുവിനേക്കാൾ സ്നേഹിക്കാൻ ആരുണ്ട്? വഇദാ അഅതാക ഫലൻ യുഅതീക അഹദുൻ അതിയതൻ അക്രമ മിൻ. അള്ളാഹു തരാൻ തുടങ്ങിയാൽ അള്ളാഹുവിനേക്കാൾ കൂടുതൽ തരാൻ ആരുണ്ടോ? ഇല്ലല്ലോ, ആരുമില്ലല്ലോ. വഇദാ ഗദിബ അലൈക. അള്ളാഹു നിന്നോടെങ്ങാണ്ട് കോപിച്ചാൽ ഫലൻ യുൻജീക അഹദുൻ മിൻ. അവന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ചിന്തിച്ചോ, ഫമൻ ലക ഗൈറല്ലാഹ്. ആരാള്ളത്?
അള്ളാഹു അല്ലാതെ ആരാ നിനക്കുള്ളത്? എന്താ ചോദ്യം? ഭയങ്കര ചോദ്യം. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മളാകെ ഇനി ശ്രദ്ധിക്കേണ്ടത് ആരാണ് നമ്മുടെ സാഹിബ് എന്നുള്ളത്, ആരാണ് എൻ്റെ കൂട്ടുകാരൻ എന്നുള്ളത് മാത്രം നോക്കി ജീവിതം നിന്നത്. ആരാണ് നമ്മുടെ കൂട്ടുകാരൻ? അത് നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആരാന്ന്. അതാണ് കൂട്ടുകാരൻ എന്ന് പറഞ്ഞത്. അത്രമാത്രം സ്വാധീനമാണ് കൂട്ടുകെട്ടിനുള്ളത്. ഈ ദിവസങ്ങളിലെ കൂട്ടുകെട്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ, ശ്രദ്ധിക്കണം. എത്രയെത്ര ആളുകളാണ് കൂട്ടുകാരുടെ, ഞാൻ ബാക്കി പറയണ്ടല്ലോ, നമ്മൾ പൂരിപ്പിച്ചോ. നമ്മൾ ദിനേന കേൾക്കുന്ന വാർത്തകളൊക്കെ അതാണ്. കൂട്ടുകെട്ടുകൾ, കൂട്ടുകാർ. നമുക്കെല്ലാവർക്കും ഭയമാണ് ഇപ്പം. ആരുടെ ഉള്ള കൈ വെക്കേണ്ടത് അല്ലേ? എൻ്റെ മക്കൾ ആരുടെ ആരുടെ തോളിലാണ് കൈ വെച്ചത്? ആരൊപ്പ? എല്ലാവർക്കും പേടിയാണ്. അള്ളാഹു നമ്മളോട് പറഞ്ഞു ആരുടെ കൂടെ കൈവെക്കണം. വസ്ബിർ നഫ്സക്. ഇന്ന് നമ്മൾ ഓതിയതല്ലേ സൂറത്തുൽ കഹ്ഫ്. വസ്ബിർ നഫ്സക്. നീ ആരുടെ കൂടെയാണ് ഉണ്ടാകേണ്ടത്? മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽ അശി യുരീദൂന വജ്ഹഹു. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ കൂടി. നമ്മൾ ശ്രദ്ധിച്ചു ആരെ കൂടെയാണ് നമ്മൾ. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാത്തി വൽ അശി യുരീദൂന വജ്ഹ വലാ തഅതു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ. ദുനിയാവിന്റെ വമ്പത്തരം കണ്ടിട്ട്, ദുനിയാവിന്റെ മോടി കണ്ടിട്ട് നിന്റെ കണ്ണുകൾ ആ മനുഷ്യന്മാരെ വിട്ടു പോകരുത്. നമുക്കിഷ്ടമല്ല അങ്ങനത്തെ ആളുകളുടെ ഫ്രണ്ട്ഷിപ്പ്. നമുക്കിഷ്ടമല്ല. നമുക്കിഷ്ടം വമ്പന്മാരുടെ ഫ്രണ്ട്ഷിപ്പാണ്. നമ്മുടെ മക്കളും അങ്ങനെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ആരാടോ സ്കൂളിൽ നിന്റെ ഫ്രണ്ട് ആരാ? നമുക്ക് പോരാ, സ്റ്റാൻഡേർഡ് പോരാ, പേര് പറഞ്ഞു. മുക്കറിന്റെ മോനോ? ശരിയില്ല, വേറെ ആരും കിട്ടിയില്ലേ? നമ്മളവിടെയുള്ളത്. വല്ലാത്ത അത്ഭുത. അള്ളാഹു നമ്മളോട് പറയാ, നമ്മെക്കുറിച്ച് ഓർക്കുന്നതിൽ നിന്ന് ഒരാളുടെ ഹൃദയത്തെ, മനസ്സിനെ നാം അശ്രദ്ധമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ കൂടരുത്. അള്ളാഹു അവരോട് വെറുപ്പുണ്ടാക്കിയോണ്ടല്ല അശ്രദ്ധമാക്കിയത്. അവർക്കിഷ്ടല്ല. അവർക്ക് വേറെ കുറെ ആൾക്കാരുടെ മെമ്മറീസാണ് അവർക്ക് ഇഷ്ടം. അള്ളാഹുവിന്റെ മെമ്മറി ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അള്ളാഹും വേണ്ട. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ആരാണ് എന്ന്, ആരായിരിക്കണം. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം സഹോദരന്മാരെ. അതിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബിയുടെ സദസ്സിലിരിക്കുമ്പോൾ സഹാബികൾക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹൻളല റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ. ഹൻളല ഒരിക്കൽ ഇശാ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഓടി വന്നിട്ട് നബിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നബിയെ ശരിയാണില്ല വീട്ടിൽ പോയിട്ട്. അവിടെ ചെന്ന് കുട്ടികളൊപ്പം കുടുംബക്കാരൊപ്പം ഇങ്ങനെ കൂടുമ്പം ഞാൻ റസൂലെ നിങ്ങൾ പറഞ്ഞെന്നൊക്കെ മറന്നു പോവുകയാണ്. അവിടെ ചെന്ന വേറെ അവസ്ഥ, ഇവിടെ ചെന്ന വേറെ അവസ്ഥ. റസൂലിൻ്റെ സദസ്സ് അങ്ങനെയല്ലേ? നമ്മളെ സദസ്സ് മാതിരി അല്ലല്ലോ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സ് എന്ന് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരിക്കും അതെന്ന് ആലോചിച്ച് നോക്കി. എന്താണ് ആ സദസ്സിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നത്? എന്തായിരുന്നു അവിടുന്ന് കിട്ടിയിരുന്ന ഊർജ്ജം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ദിവസങ്ങളോളം പട്ടിണി കിടന്ന മനുഷ്യന്മാർ ഇതുപോലെ ഇരിക്കുക. നമ്മളിന്ന് രാവിലെ തുടങ്ങിയിട്ടുള്ളൂ പട്ടിണി കിടക്കുക. ദിവസങ്ങളോളം നിങ്ങൾ കേട്ടിട്ടില്ലേ അഹ്ലുസ്സഫയെ കുറിച്ച്? തിന്നതെന്ന, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതെന്നാന്ന് ഓർമ്മയില്ലാത്തവരുടെ പേരാണ് എന്ത്? അഹ്ലുസ്സഫ. കേട്ടിട്ടില്ലേ? ഇരിക്കുക ആർത്തിയോടെ റസൂലിന്റെ ചുണ്ടിലേക്ക് നോക്കി, റസൂലിന്റെ ബോഡി ലാംഗ്വേജിലേക്ക് നോക്കി. അന്ന് പേനയില്ല, കടലാസില്ല, നോട്ട്സ് ഇല്ല, പക്ഷെ എല്ലാം രേഖപ്പെടുത്തി തന്നില്ലേ? അല്ലേ? വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ രേഖപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അസ്വസ്ഥനായി ഓടി വന്ന ഹൻളലയെ നബി ഇരുത്തി.
എന്നിട്ട് നബി പറഞ്ഞു, ലൗ ബഖീതും അലൽ ഹാൽ അല്ലതി അൻതും ബിഹാ ഇൻദി ലസാഫഹ്തുകുമുൽ മലായിക വലസാറത്കും ഫീ ബുയൂതികും. അതാണോ പ്രശ്നം? നിങ്ങൾ കേട്ടോ, എന്റെ സദസ്സിൽ ഇരുന്നപ്പോണ്ടായ അതേ അവസ്ഥയിലാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെങ്കിൽ മലക്കുകൾ നിങ്ങളെ മുസാഫഹത്ത് നടത്തിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല, മലക്കുകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ വിസിറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആലോചിക്കുക, എന്താണ് ആ ഒരു ബന്ധമില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം സഹോദരന്മാരെ, എപ്പോഴും ശ്രദ്ധിക്കണം. ആ ബന്ധം നമുക്ക് ഉണ്ടായി കിട്ടണം. ആ ബന്ധം ഉണ്ടാകാൻ വേണ്ടിയാണ് ജമാഅത്ത് നിസ്കാരം പറഞ്ഞു തന്നത്. ആ ബന്ധം ഉണ്ടാകാൻ വേണ്ടിയാണ് ഒരു മുസ്ലിം ഗെറ്റ് ടുഗദറിനെ കുറിച്ച് പറയുന്നത്. അല്ലാതെ ഇതിലെന്താണ്? ആ ബന്ധമാണ്. അതാണ് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും. അതാണ് ഇസ്ലാമിക സൊസൈറ്റികൾക്കും ഇസ്ലാമിക സംഘടനകൾക്കും ഒക്കെ ഉണ്ടാകേണ്ടത്. അതാണ് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് വരുമ്പോൾ ഒക്കെ കിട്ടേണ്ടത് അതാണ്. അള്ളാഹുവിന്റെ പള്ളി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന ബുയൂത്തല്ലാഹി ഫിൽ അർദി അൽ മസാജിദ്. ഇന്ന ബുയൂത്തല്ലാഹി ഫിൽ അർദി അൽ മസാജിദ്. ആ ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ വീടാണെന്ത്? നിങ്ങൾ എന്താ മനസ്സിലാക്കിയ ഈ പള്ളിയെ കുറിച്ച്? ഭൂമിയിലുള്ള അള്ളാഹിന്റെ വീടായത്. ആ പള്ളിയിൽ വരുന്നവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വീടിനെ സംസ്കരിച്ച് കൊണ്ടു നടക്കുന്നവരാ. നമ്മൾ ആരാ? പള്ളിയിൽ വന്നാൽ അതുകൊണ്ട് തന്റെ വീട്ടിൽ വെച്ച് വിശുദ്ധനായി വൃത്തിയായി എന്നെ സന്ദർശിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നവൻ, അവനെ ഞാൻ ആദരിക്കും, ബഹുമാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ജമാഅത്ത് റഹ്മത്തായത് അതുകൊണ്ടാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും ബിൽ ജമാഅ വ ഇയ്യാകും വൽ ഫുർഖ, നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം, ഭിന്നിപ്പിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന ശൈത്താന മഅൽ വാഹിദ്, ഈ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയാൽ ശൈത്താന് പിടിക്കാൻ എളുപ്പമാണ്. വഹു മിനൽ ഇസ്നൈനി അബ്അദ്, രണ്ടാൾ ഒരുമിച്ചുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് നടക്കൂല. അനുഭവമാണല്ലോ, പറയണ്ടല്ലോ. ശൈത്താൻ എങ്ങനെ തോന്നിപ്പിക്കും. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നമാ യഅകുലു ദിഅ്ബു മിനൽ ഗനമിൽ ഖാസിയ, ചെന്നായ പിടിക്കുക ഒറ്റപ്പെട്ടു പോണ ആടിനെയാണ്, കൂട്ടത്തിൽ നിന്ന് എന്താവില്ല പിടിക്കും. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ ശ്രദ്ധിക്കുക. ഈ കൂട്ടുകെട്ടിൽ നിങ്ങൾ എന്ത് കുഴപ്പം കണ്ടാലും ഇതൊന്ന് വിട്ടുപോകരുത്. വിട്ടുപോയാൽ ചെന്നായ പിടിച്ചു കൊടുക്കും. അതാണ് അത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം. നമുക്ക് എന്തുണ്ടായാലും ശരി, എത്ര നല്ല ഫ്രണ്ട്ഷിപ്പും എത്ര നല്ല കണക്ഷൻസ് ഉണ്ടെങ്കിലും ശരി, അള്ളാഹുവിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് ദീനുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷൻസ് ഉണ്ടല്ലോ, അത് വിട്ടുപോകരുത്. അത് വിട്ടുപോയാൽ ചെന്നായ പിടിച്ചു പോകുന്നേ, ചെന്നായ പിടിച്ചു പോകും. നമ്മളെ കുട്ടികളോടൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടതും അതാണ് സഹോദരൻ. അതാണ് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി എന്ന് പറഞ്ഞത്. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. അതിലാണ് യഥാർത്ഥത്തിൽ നോക്കൂ, ഈമാൻ കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടത്തിൽ ഒന്നാമത്തേത് എന്താണെന്ന്, ഈ ഒരു ഇസ്ലാമിക് സാഹോദര്യമാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ എന്ന് പറഞ്ഞത് എന്തല്ല പറഞ്ഞത്? ഒരു ഉമ്മക്കും ബാപ്പക്കും, ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും മക്കളായി വന്നവൻ ഇഖ്വത്തുൻ എന്നല്ലേ പറയേണ്ടത് നമ്മളെ ഭാഷ അനുസരിച്ച്, അല്ലേ? പക്ഷെ അല്ലാഹ് അതല്ല പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. ഭയങ്കരാണ് ഈമാൻ കൊണ്ടുണ്ടാകണം ആ ബന്ധം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് എന്തൊരു സന്തോഷാ കാണുമ്പോൾ, അല്ലേ? ഇരിക്കുമ്പോൾ, അല്ലെ? സ്വന്തം വീട്ടിൽ പോയി സ്വന്തം സഹോദരങ്ങളെ കാണുന്നതിനേക്കാൾ സന്തോഷമുണ്ടാകും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒന്നിച്ചു നിൽക്കുന്നവരെ കാണുകയും അവരെ കൂട്ടിപ്പിടിക്കുകയും ചെയ്യും. സത്യത്തിൽ നമുക്കുണ്ടാകേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രത്യേകിച്ച് എനിക്കെല്ലാവരോടും പറയാനുള്ളത്, പ്രത്യേകിച്ച് രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടത്, മക്കൾക്ക് ഈ ഒരു സുഹബത്ത് ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കണം.
മക്കൾക്ക്. നമ്മളൊക്കെ ഭയങ്കര, നമുക്ക് ഖുർആൻ ക്ലാസ് ഉണ്ട്, നമുക്ക് അതുണ്ട്, സെന്റർ ഉണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ട്. മക്കളോട് പോയി എവിടെ പോയി? നമുക്ക് ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയോ, ഈ സാമൂഹ്യ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പുറത്തു വന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പറയുന്നത്, ഒരു കുട്ടിയിൽ, ഒരു ടീനേജിലുള്ള കുട്ടിയിൽ സ്വാധീനിക്കതിൻ്റെ പെർസെൻറ്റേജ് പറയുന്നുണ്ട്. അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ രക്ഷിതാക്കൾ, അവൻ്റെ ആരാധനാലയങ്ങൾ, മനുഷ്യൻ സ്ഥിരമായി ബന്ധപ്പെടുന്ന സംഗതികളിൽ നടത്തിയ പഠനമാണ്. ഇതെല്ലാം കൂടി ആകെ 40%. ബാക്കി 60% എവിടുന്നാന്ന് അറിയാം നിങ്ങൾക്ക്? ബാക്കി 60% ഫ്രണ്ട്സാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ തന്നെ പറയുണ്ടാവും, എൻ്റെ മോൻ ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല, ഓൻ മുടി വെട്ടിയത് ഞാൻ പറഞ്ഞ മാതിരിയല്ല, പിന്നെ ഓൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ വെട്ടി. അപ്പം എന്തേ? ഓൻ്റെ അമ്മയല്ലേ ഓനെ പ്രസവിച്ച്, ഞാനല്ലേ ഓന് വേണ്ടതൊക്കെ കൊടുക്കണത്? എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ കാരണം? അതാണ്. അപ്പം നമ്മൾ എവിടുന്ന് നന്നാകണം? നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാന്നർത്ഥം. നമ്മൾ എവിടെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് പോലും നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതാ, മറ്റൊന്നുമല്ല. അതിന് പറ്റിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി കൊടുക്കണം, അതിന് പറ്റിയ സ്കൂളിൽ വേണം, അതിന് പറ്റിയ സ്ഥാപനങ്ങളിൽ വരണം. അതാണ് വേണ്ടത്. അവിടെയാണ് നമ്മൾ രക്ഷപ്പെടുള്ളൂ സ്വന്തം. കാരണം ഇത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്ത്. ഇത് ഈ പ്രായത്തിലൊക്കെ മടിയിലിരിക്കും, കുറച്ച് കഴിഞ്ഞാലോ പിന്നെ നമ്മളെ മടി അവന് പറ്റൂല, അല്ലേ? പിന്നെ പറ്റൂല. എന്നാ അവൻ്റെ ഫ്രണ്ട്സിന്റെ മടിയിൽ പോയി ഇരിക്കും. ഒക്കെ ഇതാ എല്ലാറ്റിൻ്റെയും പ്രശ്നം. അതാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ എവിടെ നിൽക്കണം എന്ന് വെച്ചാൽ, നോക്കൂ, അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു കൊടുത്ത് നിന്നാൽ നമ്മൾ രക്ഷപ്പെടും കൂട്ടരെ. അല്ലാതെ നിങ്ങൾ എന്ത് നിയമം കൊണ്ടുവന്നിട്ടും കാര്യമില്ല. നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കയ്യും നീട്ടി, ഇപ്പോൾ കേരളത്തിൽ കാണുന്ന ഒരു സംഗതി, എല്ലാവരും റമദാൻ മാസത്തിൽ കയ്യും നീട്ടി പ്രതിജ്ഞ എടുക്കുകയാണ്. അത്ര എന്താ അറിയില്ലേ, എല്ലാവരും ഇങ്ങനെ നിൽക്കുക കയ്യും നീട്ടിയിട്ട്, ഞാൻ എന്ത് ഞാൻ? ഇതൊന്നുമല്ല വേണ്ട. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ കുട്ടിനെ കൂട്ടിപ്പിടിക്കുക, അവന് പോകേണ്ട സ്ഥലം കാണിച്ചു കൊടുക്കുക, അവൻ അതിലേക്ക് കൊണ്ടുപോവാ. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് ഈ മക്കൾ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും കൊടുത്തിട്ടില്ലല്ലോ. കൊടുത്തിണോ? എത്ര ആൾ ആഗ്രഹിക്കുന്നുണ്ട്, കിട്ടാത്തവരല്ലേ? എല്ലാവർക്കും കൊടുത്തിട്ടില്ലല്ലോ. അള്ളാഹു തആല എത്ര മനോഹരമായാണ് ഇത് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ആണും പെണ്ണും, ചില ആൾക്കാർക്ക് ആൺകുട്ടികളെ കൊടുത്തു, ചില ആൾക്കാർക്ക് പെൺകുട്ടികളെ കൊടുത്തു. ചില ആൾക്കാർക്ക് മിക്സ് ചെയ്ത് കൊടുത്തു. പെൺകുട്ടി തന്നെ. എനിക്ക് ആദ്യത്തെ 3 പെൺകുട്ടികളായിരുന്നു. അപ്പൊ 4ാമത്തവും പ്രസവിക്കുന്ന സമയത്ത് ബേജാറാ, പേടിയാ. 2ാമത്തെ പ്രസവിച്ചപ്പോൾ തന്നെ ഭയങ്കര ബേജാറായി. ഭയങ്കര അത്ഭുതമുള്ളൊരു സംഭവം ഉണ്ട് എനിക്ക്. 2ാമത്തത് പ്രസവിച്ചപ്പോ എല്ലാവരും ഇങ്ങനെ വന്നു, പെൺകുട്ടിയാ? അതെ. എന്താ ഞാൻ പറയാ, പെൺകുട്ടിയാണോ എന്നുള്ളത്. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് കാണാൻ വന്നു, കൊല്ലത്തുനിന്ന്. അദ്ദേഹം അതിൻ്റെ കുറച്ച് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചൊരു സുഹൃത്താണ്. മരിച്ചുപോയി കുറച്ച് ദിവസം മുമ്പ്. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അദ്ദേഹം എന്നെ അങ്ങോട്ട് അണച്ച് പൂട്ടി പിടിച്ച് ചുംബിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മഹാഭാഗ്യം. എൻ്റെ കുടുംബക്കാരൊന്നും പറഞ്ഞിട്ടില്ല, ആരും എന്നെ അണച്ചു പൂട്ടി പിടിച്ചിട്ടില്ല. എല്ലാവരും പേടിപ്പിക്കേനെ, അതിൻ്റെ അടുത്ത് വല്ലതും ഉണ്ടോ, ഇവിടെ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നിട്ട്. ഇയാൾ ഭയങ്കരമായിട്ട് അണച്ചു പൂട്ടി പിടിച്ചു. നിങ്ങൾ മഹാഭാഗ്യവാൻ, നിങ്ങൾക്ക് സ്വർഗം കിട്ടിയില്ലേ? ഇത് അള്ളാന്റെ ഭാഗ്യ കൂട്ടരെ. ആണായാലും പെണ്ണായാലും ഒക്കെ ഈ മക്കളെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഇത് ഉണ്ടാകണേ തന്നെ ഭയങ്കര ഭാഗ്യമാണ്. നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ പുരുഷന്മാരോട് പറയാം, നമ്മുടെ ഭാര്യമാരുമായി നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത്
നമ്മുടെ ശരീരത്തിൽ നിന്ന് സ്രവിക്കുന്ന ശുക്ലത്തിൽ 25 കോടി ബീജങ്ങളുണ്ട്. 25 കോടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷ പറയുമ്പോൾ 25 മില്യൺ ബീജങ്ങളുണ്ട്. എത്രണ്ണം? ഈ കുഞ്ഞായി വന്നത് അതിലൊന്നാ, ഒറ്റൊന്ന്. ബാക്കിയോട് പോയി 25 കോടിയിൽ. അള്ളാൻ്റെ ഒരു സമ്പ്രദായം നോക്കി, അള്ള ഉണ്ടാക്കിയ രീതി അല്ലേ. എന്നിട്ട് അതിൽ നിന്ന് ഈ 250 മില്യൺ ബീജത്തിൽ നിന്ന് ഒരു ബീജം എൻ്റെ അള്ളാഹു എനിക്ക് തീരുമാനിച്ച ഇണയുടെ അണ്ടവുമായി ചേർന്നപ്പോണ്ടായതാണിത്. ആ സംവിധാനങ്ങൾ ആലോചിക്കും. എന്നിട്ട് എത്ര മനോഹരമായാണ് അള്ളാഹിന്റെ ഭാഷ. എന്താ സൂറത്തുൽ മുഅ്മിനൂൻ ഇങ്ങനെ വായിച്ചു നോക്കണ്ടേ, അള്ള ഇങ്ങനെ അത് ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെ പറയുന്നത്. എന്ന് പറയുന്നത് എത്ര മനോഹരമായാണ് അള്ളാഹു നമുക്ക് ഇത് ഉണ്ടാക്കി തന്നത്. നമ്മൾ ആലോചിക്കണം, അള്ളാഹു നമുക്ക് നൽകിയത് വലിയ അനുഗ്രഹം. അള്ളാഹ് ചോദിക്കുന്നത് പറഞ്ഞിട്ട് മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹ സുമ്മ സബീല യസ്സറഹ. എവിടുന്നാടോ നിന്നെ സൃഷ്ടിച്ചത്? മിൻ നുത്ഫത്തിൻ, ഒരു ബീജത്തിൽ നിന്നല്ലേ. നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് എങ്ങനെയാണ് സഹോദരന്മാരെ നമുക്ക് നിഷേധികളാകാൻ കഴിയുക? നമുക്കെങ്ങനെ ഈ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ വിട്ടുപോകാൻ പറ്റുമോ? മനുഷ്യൻ എങ്ങനെയാണ് പറ്റൂല. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കിക്കോ, നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് സന്താനങ്ങൾ എന്ന് പറയുന്നത്. ഭയങ്കരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പല ഭാഷയിലും സന്താനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര രസം. അള്ളാഹുവിൻ്റെ ഭാഷ തന്നെ ഭയങ്കര രസമായിരിക്കും അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാ നമ്മളെ മക്കളെ തന്നത് നിങ്ങൾക്ക് അറിയും? എന്തിനാ? പോരാ, അത് നമ്മളെ ജീവിപ്പിച്ചതാണ്. ഇതാണ് നമ്മുടെ പ്രശ്നം. എന്തിനാണ് അള്ളാഹ് നമുക്ക് മക്കളെ തന്നതെന്ന് പോലും നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. അള്ളാഹു മക്കളെ തന്നത് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. ഈ കുട്ടിനെ മടിയിൽ വെച്ച് നല്ലോ അണച്ചു പൊട്ടി പിടിച്ചൂടെ, അത് നിങ്ങളുടെ സ്വർഗമാണ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കുന്നുണ്ട്, നമ്മൾ സ്വർഗത്തിൽ ചെന്നാലുള്ള ഒരു ഡയലോഗ്. ഇന്നല്ലാഹ ലയർഫഉ ദറജത ലിൽ അബ്ദി സാലിഹി ഫിൽ ജന്ന. അല്ലാഹു ഒരു സാലിഹായ അടിമയെ സ്വർഗത്തിൽ വലിയ പദവികൾ നൽകും. ഫയഖൂൽ, അപ്പൊ ഇയാൾ ഇങ്ങനെ ചോദിക്കും, അദ്ദേഹം ചോദിക്കും, യാ റബ്ബ് മിൻ ഐന ലി ഹാദാ. ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ പ്രത്യേകിച്ച്, എവിടുന്നാ എനിക്കിത്, എങ്ങനെ കിട്ടി? എന്താണ് അള്ളാഹിന്റെ മറുപടി എന്നറിയോ? ബിസ്തിഗ്ഫാരി വലദിക ലക്. ബിസ്തിഗ്ഫാരി വലദിക ലക്. നിന്റെ മോൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയത് കൊണ്ടാണ് നീ ഇവിടെ എത്തിയത്. പഠിപ്പിച്ചോളി മക്കളെ. വേറൊന്നും പഠിപ്പിക്കണ്ട, ഇത് പഠിപ്പിക്കുക. മക്കളെ ഉപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം എന്ന് പഠിപ്പിക്കുക. ആ ഭാഷ പറഞ്ഞാൽ മനസ്സിലാകണ വിദ്യാഭ്യാസം കൊടുക്കുക. ബിസ്തിഗ്ഫാരി വലദിക ലക്. എന്തായിരിക്കും അത്? സുബ്ഹാനല്ലാഹ്. എവിടെയാണ് നമ്മളുള്ളത്? നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം സഹോദരന്മാരെ, ശരിക്കും ശ്രദ്ധിക്കണം. അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. എന്തിനാണ് മക്കൾ എന്ന് മനസ്സിലായല്ലോ. മക്കൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള നമ്മുടെ ഗ്രേഡ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് നമുക്ക് അള്ളാഹു മക്കളെ തന്നത്. കൂടണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളെ തന്നപ്പോൾ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചു നോക്കി. അത് ഭയങ്കര. ഇന്ന് നമ്മൾ സൂറത്തുൽ കഹ്ഫ് വായിച്ചല്ലോ, അതിലുണ്ട് അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. സീനത്തുൽ ഹയാത്തി ദുനിയാ അല്ലേ? സീനത്തല്ലേ? അല്ലേ? എന്ത് രസല്ലേ ആ കുഞ്ഞിനെ കാണാൻ, മക്കളെ കാണാൻ എന്ത് രസാ, ഓലെ കൂടെ ഇരിക്കാൻ എന്ത് രസാ. നമ്മൾ നാട്ടിലൊക്കെ ചെന്നാൽ മക്കളൊക്കെ ഉള്ള ഒരു ദിവസം എന്ത് രസമുള്ള ദിവസം. സീനത്തുൽ ഹയാത്തി ദുനിയ. ആ ദുനിയാവിലെ സീനത്ത.
പക്ഷേ ബാക്കിയാണെങ്കിൽ എന്ത് വേണം? വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറു. ഇത് ബാഖിയാത്തു സാലിഹാത്തായി മാറണമെങ്കിൽ ആ സീനത്തെ നിങ്ങൾ വളർത്തണം. അള്ളാഹു പഠിപ്പിച്ച പോലെ വളർത്തണം. അത് വളരെ പ്രധാനമാണ്. രണ്ടാമതായി അള്ളാഹു മക്കളെ കുറിച്ചിട്ട് പറഞ്ഞു, വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. എല്ലാവർക്കും അറിയാം എന്താ ഫിത്ന പറയാൻ. അവർ എന്താ ഫിത്ന? ഫിത്ന എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റാണ്, ഒരു പരീക്ഷ. ടെസ്റ്റിന്റെ കഥ എന്താ അറിയോ? ചില കുട്ടികൾക്ക് പരീക്ഷ ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാരണം? നല്ലോണം പഠിച്ചിട്ടുണ്ട്, ഈ പരീക്ഷയ്ക്ക് ഞാൻ അപ്പിയർ ചെയ്താൽ, പരീക്ഷ എഴുതിയാൽ എനിക്ക് നല്ല മാർക്ക് കിട്ടും, ഞാൻ വലിയ പൊസിഷനിൽ. ചില ആൾക്കാർക്കോ പരീക്ഷയെ നമ്മളേതിലാ പറയുകള്, ഇതാണ് പരീക്ഷ. ഇഷ്ടമാണോ പേടിയാണ്? ഫിത്ന എന്ന് പറഞ്ഞാൽ അതാ, അല്ലാതെ പിത്തന എന്നുള്ള അർത്ഥത്തിലല്ല. എന്നിട്ട് എന്താ അവസാനം പറഞ്ഞറിയോ? പേടിയില്ലാത്ത ഫിത്ന ഇവിടെ ഉടമയാകാൻ സാധിച്ചാൽ അള്ളാഹുവിൽ നിന്ന് ഭയങ്കരമായ കൂലി കിട്ടും. യാ സലാം. അപ്പൊ എന്താ മക്കള്? നമ്പർ 2 എന്താ? ഫിത്നയാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ ടെസ്റ്റാണ്. ടെസ്റ്റിൽ എന്തുണ്ട്? അത് ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ ഇനി രക്ഷപ്പെടൂല. ഭയങ്കര സന്തോഷ ചില ആളുകൾക്ക് പരീക്ഷ, ഭയങ്കര സന്തോഷ. പരീക്ഷൻ്റെ അന്ന് ഭയങ്കര ഇഷ്ടമായിരിക്കും, കാരണം നന്നായി നല്ല മാർക്കുകൾ കിട്ടും, ഭയങ്കര. ചില ആളുകൾക്ക് പരീക്ഷ പേടിയാണ്. നമ്മൾ ഏതിലാ? നമ്മൾ ആലോചിച്ച് നോക്കി. എനിക്കൊരൊറ്റ ആൺകുട്ടിയുള്ളൂ, ബാക്കി 3 പെൺകുട്ടികളാണ്. പക്ഷേ ഞാൻ എൻ്റെ വൈഫിനെ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ മുഴുവൻ പേടി മാത്രമാണ്. എന്താ ചെയ്യുക, +2 ആണ്, എന്താ ചെയ്യുക, ഇപ്പം നാളെ അവസാനത്തെ പരീക്ഷന് എന്താ സംഭവിക്കുക എന്നറിയില്ല, ആകെ പേടിച്ചറിയില്ല. നമ്മളെവിടെ ഉള്ളത്? ഞാൻ എൻ്റെ കഥ പറയണേ, എല്ലാവരും അങ്ങനെയാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞു, ഇത് അമാനത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അള്ളാഹു തആല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വറസൂൽ വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനോടും റസൂലിനോടും വഞ്ചന കാണിക്കരുത്. നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നും പറഞ്ഞ്. പക്ഷേ അനസ് ബിൻ നളിറിനെ പോലെ ഒരു വാക്ക് പറയാൻ നമുക്ക് കഴിഞ്ഞോ? നമ്മൾ ആദ്യം കേട്ട കഥ അനസ് ബിൻ നളിറിന്റെ അല്ലേ? ധൈര്യമല്ല നമുക്ക് പറയാൻ? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അള്ളാഹ് വിടും. നമ്മൾ ചെയ്യേണ്ട സത്യം വരെ നമ്മൾ അതിലേക്ക് എത്തിക്കണം, നമ്മുടെ മക്കൾ അതിലേക്ക് എത്തണം. അപ്പോഴാണ് ശരിക്ക് ഫിത്ന എന്താന്ന് ശരിയായിട്ട് നമുക്ക് മനസ്സിലാവണം. അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. ഒരിക്കലും നമ്മൾ വിട്ടുപോകരുത്. മൂന്നാമതായി അള്ളാഹു പരിചയപ്പെടുത്തി. അപ്പം 2 ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഒന്നെന്തിന്? സീനത്താണ്. അറിയാലോ എന്താ? ഭയങ്കര ബ്യൂട്ടി ഓഫ് നമ്മളെ ലൈഫാണ് ആര്? മക്കൾ. രണ്ടാമതോ ഫിത്നയാണ്. ഫിത്ന എന്താന്ന് മനസ്സിലായല്ലോ. മൂന്നാമത്തേത് ഭയങ്കര പേടിയുള്ളൊരു വാക്കാണ്. മൂന്നാമത്തേത് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും. എല്ലാവരും പഠിച്ചൊക്കെ വെച്ചിട്ട് എന്താ മൂന്നാമത്തെ വാക്ക്? പറയാൻ പേടിയുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ നേർക്ക് എന്തിടും? കത്തി കൊണ്ട് കുത്തും, ചുറ്റി കൊണ്ട് അടിച്ചു കൊല്ലും. അതിലെ അദുവ്വെന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചോ? നേരത്തെ എന്താ പറഞ്ഞ്?
സീനത്താണ്. സീനത്ത എന്ന് പറഞ്ഞ ഇവിടുത്തെ എന്താ പറഞ്ഞ്? ഇന്നമാ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി. ശരിക്കും ശ്രദ്ധിച്ചോ വാചകം. മറ്റൊടുത്ത് എന്താ പറഞ്ഞ്? ഫിത്ന. ഫിത്ന പറഞ്ഞിടത്ത് എന്താ പറഞ്ഞ്? വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. ഇവിടെ എന്താ പറഞ്ഞത്? ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ. നിങ്ങളുടെ ഇണകളിലും മക്കളിലും നിങ്ങൾക്ക് എന്തുണ്ട്? ചില ശത്രുക്കളുണ്ട്. എല്ലാവരും അല്ല. എല്ലാവരും എന്തല്ല? ശത്രുവല്ല. എവിടെയെങ്കിലുമൊക്കെ നടക്കണ കഥ കേട്ടിട്ട് നിങ്ങൾ എന്താണ്ട ബേജാറാണ്ടെന്നർത്ഥം. അത് ഞാൻ പറഞ്ഞു. അതിന്റെ കാരണമുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ എന്താ കാരണം എന്നുള്ളത്. അതിന് കാരണമുണ്ട്. അതാലോചിച്ച് ബേജാറായിട്ട് ഇവിടെ എല്ലാം ഉറങ്ങാൻ പറ്റാതെ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. ഓരോ കഥ വരുന്ന ദിവസവും ആൾക്കാർ മുഴുവൻ ഉറങ്ങാൻ കഴിയില്ല. എന്താ കഴിയാത്ത? അയ്യോ, ഉറങ്ങുമ്പോഴത്തിന് കുട്ടികളുടെ പിക്ചർ കണ്ടു വരിക. എന്തിന്? അള്ളാഹ് പറഞ്ഞത് ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും. എല്ലാരും അദുവാണോ? എല്ലാ മക്കളും മാതാപിതാക്കൾക്ക് അദുവാണോ? അല്ല. എല്ലാ ഇണകളും പരസ്പരം അദുവാണോ? അല്ല. അദുവാകും, ചിലത് അദുവാകും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫഹ്ദറൂഹും. അത്രയേ ഉള്ളൂ. ഫഹ്ദറൂഹും, നിങ്ങൾക്കൊരു വാണിംഗാ. ശ്രദ്ധിക്കണേ. ആകാൻ സാധ്യതയുണ്ട്. അതിൽ ഭയങ്കര അള്ളാന്റെ വാക്കൊക്കെ ഭയങ്കര. അതാണ് മിൻ എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ചിലര് അങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ ചിലരെങ്ങനെ ആകാം? നമ്മളാക്കണ. അള്ളാഹ് തന്നത് ഭയങ്കര ശുദ്ധമായ പ്രകൃതിയോടുകൂടി. ഫിത്രത്തല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ല. എല്ലാവർക്കും മക്കൾ തന്നത് ഒരേ മാതിരിയാണ്. എല്ലാവർക്കും ഫ്രഷായ തന്നത്. അള്ളാഹ് പ്രോഗ്രാം ചെയ്തിട്ട് ആരും തന്നിട്ടില്ല. ഓനെ മോശമായിട്ട് ഇവനെ മറ്റേതായിട്ടിനോ. എല്ലാവരും തന്നത് കുല്ലു മൗലൂദിൻ യൂലദു ഫിത്ര. ഇത്രയാണ് ശുദ്ധ പ്രകൃതിയോടാണ്. ആരാണ് അവനെ കേടുവരുത്തി? ആരാ ശത്രുവാക്കി? പറയാൻ കഴിയില്ല. എനിക്കറിയാൻ കഴിയില്ല. ആരാണ് മോനെ ശത്രുവാക്കിയത്, മോളെ ശത്രുവാക്കിയത്? നമ്മളാണ്. നമ്മൾ മാത്രം സഹോദരന്മാർ, നമ്മൾ മാത്രമാണ്. അവൻ ചില ആഗ്രഹങ്ങൾ പറഞ്ഞു. നമ്മൾ ഒരു കാര്യം പഠിപ്പിച്ചില്ല. കുട്ടികൾക്ക് നോ എന്ന് കേൾക്കാൻ കുട്ടികളെ പഠിപ്പിച്ചില്ല. യെസ് എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലേ? എന്തെങ്കിലും ആഗ്രഹത്തിന് നോ പറഞ്ഞു സർക്കാം ഇല്ല. അവസാനിപ്പിക്കണം. കുറച്ച് നോ പറയാൻ പറഞ്ഞേ തീരൂ. ഇല്ലെങ്കിൽ ഇവര് ശത്രുക്കളോ. എല്ലാത്തിനും യെസ് പറയരുത്. എന്തിനാണ് നോ പറയേണ്ടത്, എന്തിനാണ് യെസ് പറയേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ പറയണ്ടല്ലോ. ഫവാഹിഷുകൾക്ക് മുഴുവൻ നോ പറയണം. ഫവാഹിഷുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം അള്ളാന്റെ കലാമ് കുട്ടികളെ പഠിപ്പിക്കാൻ ഞാൻ ശരിയാവില്ല. പഠിപ്പിച്ചു കൊടുക്കണം. ഖുൽ, അള്ളാന്റെ റസൂലിനോട് പറയാം. ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബതൻ. നിശ്ചയമായും എൻ്റെ റബ്ബ് നിഷിദ്ധമാക്കിയത്, നോ എന്ന് പറയാൻ പറഞ്ഞത് എന്തിനു മാത്രമാണ്? ഫവാഹിഷുകൾ മാത്രം. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? പെർസെൻറ്റേജ് പറയാൻ പറ്റും. 51 49, അതാണ് പെർസെൻറ്റേജ്. ഈ കുട്ടിനോട് പറയണം നമുക്ക്. ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ 51% അതുകൊണ്ട് നന്മ ഉണ്ടെങ്കിൽ ഉപ്പ ചെയ്തു തരും, ഇല്ലെങ്കിൽ ഇല്ല. വളരെ ക്ലിയറാ. ഒരു പേടിക്കണ്ട പറയാൻ. അല്ലെങ്കിൽ കുട്ടി അതുവാകും. ഇന്ന ഡ്രസ്സ് വേണമെന്ന് മോള് നിങ്ങളോട് പറഞ്ഞു എന്ന് വെക്കുക. എന്താ കാര്യം? എൻ്റെ ഫ്രണ്ട്സൊക്കെ ആ ഡ്രസ്സാണ് ഇടുന്നത്. കണ്ടില്ലേ? അങ്ങനെയാണ്. എൻ്റെ ഹെയർ സ്റ്റൈല് ഇങ്ങനെയാ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആ ഹെയർ സ്റ്റൈലാണ്. നമുക്ക് പറയണം, നോ പറയാൻ കഴിയണം. നോ. കാരണം എന്താ? അത് നമ്മുടെ ഹെയർ സ്റ്റൈലല്ല. നമ്മുടെ ഹെയർ സ്റ്റൈല് നമുക്ക് വേറെയാണ്. അത് നമുക്ക് പറയാൻ കഴിയണം. അത് പറയാൻ കഴിയാതിരുന്നാൽ നമ്മൾ നശിച്ചു പോകും സഹോദരന്മാരെ, നശിച്ചു പോകും. ഇവർ നമ്മുടെ ശത്രുക്കളാവും. ആ ശത്രുക്കളാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ അമാനത്തിനെ നാം കാത്തു സൂക്ഷിക്കണം. അതാണ്
നമ്മുടെ അമാനത്തിനെ നാം കാത്തു സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. 3 പറഞ്ഞില്ലേ, ഒന്നും കൂടി ഉണ്ട്, അതും കൂടി പറയാൻ നമുക്ക് അവസാനിപ്പിക്കും. നമ്മളെ സമയം കഴിഞ്ഞിട്ട് കഴിഞ്ഞോ? ഒന്നും കൂടി പറയട്ടെ. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ വൽ ബനീന. ബനീൻ എന്ന് പറഞ്ഞാൽ ഇബ്ന് എന്നതിൻ്റെ ബഹുവചനമാണ് എന്ത്? ബനീൻ. ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്നൊന്നും ഞാൻ ആരും പറയണ്ട. ഈ 4 ഇനി നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറയണ്ട. ഇത് മനസ്സിലാകുക മാത്രമല്ല, ഇത് കലക്കി കുടിച്ചിട്ട് വേണം ഇനി ജീവിക്കണമെങ്കിൽ. എന്താ പറഞ്ഞത്? ഷഹ്വത്ത് എന്നാ പറഞ്ഞത് മക്കളെ. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദതി വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആം. ഒരുപാട് സാധനം വേണ്ടിയതിന് ആരുണ്ട്? മക്കളുണ്ട്. എന്തായിട്ട്? ഷഹ്വത്തായിട്ട്. ഷഹ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതിൻ്റെ പേരാണ് എന്ത്? ഷഹ്വത്ത്. ഏത് ഭ്രാന്ത്? ഭ്രാന്തിന് പോസിറ്റീവായ ഒരു അർത്ഥം ഉണ്ടല്ലോ, നെഗറ്റീവല്ല ഞാൻ പറഞ്ഞു. എനിക്ക് അവളോടുള്ള സ്നേഹം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു എന്ന് പറയല്ലേ, അതാണ് ഒന്നാമത്തത്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാ, ഒന്നാമത്തത് അതാ. വൽ ബനീൻ, മക്കളോടും ചിലപ്പോൾ ഭ്രാന്തമായ സ്നേഹം ഉണ്ടായി. ഭയങ്കര സ്നേഹം. ഞമ്മക്കല്ല, ഇബ്രാഹിം നബിക്ക് ഉണ്ടായില്ലേ? അപ്പോഴല്ലേ ഇസ്മായിലിനെ അറക്കാൻ പറഞ്ഞത്. ആ സ്നേഹം പറ്റൂല, ആ സ്നേഹം പറ്റൂല, ആ സ്നേഹം പറ്റൂല, ആരോടും പറ്റൂല. നമുക്ക് ആ സ്നേഹം ആരോടേ ഉള്ളൂ? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അശദ്ദു ഹുബ്ബ് ആരോടേ ഉള്ളൂ? പേടിയുണ്ട് പറയാൻ, എനിക്കറിയാം. നിങ്ങൾ ആലോചിച്ച്, ഇത് ശരിയാണോ? ഈ സയൻസ് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാണോ? നമുക്ക് ആരോടാ ഏറ്റവും കൂടുതൽ സ്നേഹം? എൻ്റെ മക്കളോടാ, എൻ്റെ ഭാര്യയോടാ. പിന്നെ പറഞ്ഞു സ്വർണം, വെള്ളി, വണ്ടി, എസ്റ്റേറ്റ്, വീട് ഒക്കെ പറഞ്ഞു. എന്നിട്ടൊരൊറ്റ വാചകം, ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും. അല്ലേ, അതിനേക്കാൾ നല്ലത് വേറെ പറഞ്ഞു തരട്ടെ. അപ്പൊ 4-മത്തേത് ഷഹ്വത്താണ്. ആര്? ഷഹ്വത്താണ്. ഷഹ്വത്ത് ആകാം, ഷഹ്വത്ത് നല്ലതാണ്, ഷഹ്വത്ത് ഇല്ലെങ്കിൽ ശരിയാവില്ല. പക്ഷേ അതിനും എന്ത് വേണം? പരിധി വേണം, കൃത്യമായ പരിധി വേണം. ആ പരിധി വിട്ട് എന്ത് ചെയ്യാൻ പാടില്ല. ഈ 4 സംഗതികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ വല്ലാഹി രക്ഷപ്പെടില്ല. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുമ്പോഴേ ഹസനും ഹുസൈനും ഭയങ്കര ആരാന്ന് പറയണ്ടല്ലോ അല്ലേ, നബിയുടെ ഷഹ്വത്തായിരുന്നു ആര്? ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹു. മുട്ട് കുത്തി ഇങ്ങനെ വരിക പള്ളിയിലേക്ക്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറുമല. ഞാൻ ഷഹ്വത്താന്ന് പറഞ്ഞതിൻ്റെ ആ ഗൗരവങ്ങൾ മനസ്സിലായി. ഇവിടെ നബി താഴെ ഇറങ്ങി, എന്നിട്ട് 2 കുട്ടികളെ ഇങ്ങനെ എടുത്തു. യാ സലാം എടുത്തു. എന്നിട്ട് നബി ഒരു വാചകം പറഞ്ഞ് മിമ്പർമ കയറിയിട്ട്. അതാണ് നമ്മൾ കേൾക്കണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ വലദ മബ്ഖലത്തുൻ വ മജ്ബനത്തുൻ. മക്കൾ എന്ന് പറഞ്ഞാൽ മബ്ഖലത്തുൻ, നമ്മളെ ലുബ്ധന്മാരാക്കും. അതിന് തെളിവാണ് ഞാനും നിങ്ങളൊക്കെ. പറയണോ? പറയണ്ടല്ലോ. നമ്മളെ മക്കൾ നാട്ടിൽ എത്ര സുഖമായിട്ടാണ് ജീവിക്കണം. നമ്മളോ ചെറിയ റൂമിൽ 2 കട്ടിൽ അട്ടിക്ക്. നമ്മളെന്താ കഴിച്ചത് ഇന്നലെ രാത്രി? നമ്മളെ മക്കൾ എന്താ കഴിച്ചതെന്ന് വിളിച്ചു നോക്കേണ്ടി. നമ്മളെ റൂമിൽ എത്ര ടോയ്ലറ്റാണുള്ളത്? എത്ര ആൾക്ക്? അവിടെ എന്തിനാ പിശുക്കി ഉണ്ടാക്കി? മക്കൾക്ക് വേണ്ടിയല്ലേ? ഞാൻ പറഞ്ഞല്ലേ, റസൂൽ പറഞ്ഞു. ഭയങ്കര. അടുത്ത വാചകം മജ്ബനത്തുൻ, ഭീരുത്വം വരും.
പേടി വരും. നമ്മൾ പേടിച്ചല്ലേ കഴിയണം. എന്താ ജോലി പോയാൽ പ്രശ്നമാണ്. ജോലി പോയാൽ ആർക്ക് പ്രശ്നം? നമുക്കല്ല, മക്കൾക്ക് പ്രശ്നമാണ്. ഞമ്മക്കെന്ത് പ്രശ്നം? പോകാനായില്ലേ, ഇനി എന്ത് പ്രശ്നം? നമ്മൾ ശരിക്കും മനസ്സിലാക്കണം നമ്മളെവിടെയാണ്. അപ്പം ഇത് കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്, നെഗറ്റീവായി പറഞ്ഞല്ല, പോസിറ്റീവായി പറഞ്ഞത്. നബിയുടെ ആ പ്രകൃതം നബി കൊണ്ട് വിവരിച്ചതാണ്. എങ്ങനെയാണ് മനുഷ്യന്മാർ. കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം സഹോദരന്മാരെ, ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾക്ക് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് മുമ്പിൽ നോ യെസ് എന്നൊക്കെ പറയാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ വലുതാകുക. അതല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. മക്കളെ വളർത്തുമ്പോൾ വ്യാപകമായി വരുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. അതും കൂടി ശ്രദ്ധിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. അതിലൊന്നാമത്തേത് മക്കൾക്ക് നമ്മൾ ഖുർആൻ പഠിപ്പിക്കാതിരിക്കലാണ്. ഈ ഖുർആൻ ലേശം ഉള്ളിലുണ്ടായാൽ മതി, ഭയങ്കര ഒരു സംശയമില്ല. കുറച്ചെങ്കിലും പഠിപ്പിക്കും, അതിൻ്റെ ബർക്കത്ത് ഭയങ്കര. അത് മുബാറക്കും എന്നാ പറഞ്ഞത്. മുബാറക്കും എന്ന് പറഞ്ഞാൽ അതിലെ അക്ഷരങ്ങൾക്ക് ബർക്കത്തുണ്ട് കൂട്ടരെ. അതിലെ അക്ഷരങ്ങൾക്ക് ബർക്കത്തുണ്ട്. ആ അക്ഷരം ഈ കുട്ടിയുടെ ഹൃദയത്തിൽ കുറച്ചുണ്ടായാൽ ബർക്കത്തുണ്ടാവും, ഒരു സംശയമില്ല. അത് ശരിക്കും ശ്രദ്ധിച്ചോളി. രണ്ടാമത്തേത് എല്ലാവരും ശ്രദ്ധിച്ചോ, കുട്ടികളുടെ കൂടെ ഒരു ചെറിയ സമയം നമ്മളൊക്കെ സ്പെൻഡ് ചെയ്യണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന് പഠിപ്പിച്ചു തന്നതാണ്. ഉമ്മു സലമയെ നബി വിവാഹം കഴിച്ചില്ലേ, റളിയല്ലാഹു അൻഹ. ഒരുപാട് മക്കളുണ്ട് ഉമ്മു സലമക്ക്. നബി വിവാഹം കഴിക്കും. നബിന്റെ മടിയിലിരുത്തിയ നബി വളർത്തിയ, ഭയങ്കര. നബിയുടെ പ്ലേറ്റിൽ നിന്ന് കഴിച്ച് നബി. ആരാ? അബൂ സലമയും നബിയായിട്ട് യാതൊരു കുടുംബ ബന്ധവുമില്ല. പക്ഷെ പിന്നെ നബിയുടെ മക്കളെയൊക്കെ നബി അങ്ങനെ വളർത്തി. അതുകൊണ്ടാണല്ലോ മരിക്കാൻ പോകുന്ന കുട്ടിയെ കയ്യിലെടുത്തിട്ട്, നിങ്ങൾക്ക് ഓർമ്മല്ലേ, സൈനബിന്റെ മോളെ കയ്യിലെടുത്തിട്ട് നബിന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നില്ലേ? സഹാബത്ത് ചോദിച്ചില്ലേ, എന്താ നബിയെ? അപ്പൊ ഒരു ആവശ്യമായ ഒരു സമയം ഈ കുട്ടികളുടെ കൂടെ നമ്മൾ പ്രവാസികളാണ്, നമുക്ക് കിട്ടുന്ന സമയം. നാട്ടിൽ പോയാൽ എല്ലാ സമയവും ടൂർ പോകരുത്, അവിടെ ഇവിടെ ഒന്നും പോകരുത്, കുട്ടികളുടെ കൂടെ ഉണ്ടാകണം. പിന്നെ ഫോൺ ചെയ്യണം. ഇപ്പൊ പിന്നെ നമ്മളിവിടെ ഉള്ള മാതിരി തന്നെ കാണാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു അള്ളാഹു വലിയ അനുഗ്രഹമല്ലേ ചെയ്തത്. അവർ സ്കിപ്പ് ചെയ്ത് പോകും, നിങ്ങൾ പിടിച്ചു വെക്കണം. അതാണ് സ്കിപ്പ്. ഇഷ്ടം ഉണ്ടാവില്ല, കാരണം വെച്ചാൽ അമ്മാതിരി സൗകര്യ വീട്ടിലുണ്ടാക്കി കൊടുത്ത്. അതാ പ്രശ്നം. ആ കളി വേണം, ഈ കളി വേണം, ശ്രദ്ധിക്കണം. മൂന്നാമത്തേത്, കുട്ടികൾക്ക് എല്ലാറ്റിനും നമ്മളൊരു ഷെഡ്യൂൾ ചെയ്തു കൊടുക്കണം. നിങ്ങൾക്കൊക്കെ നിങ്ങളെ കച്ചവടത്തിനൊക്കെ ഷെഡ്യൂൾ ഉണ്ട്. ഇപ്പം ജോലിക്ക് ഷെഡ്യൂൾ ഉണ്ട്, ഭയങ്കര കൃത്യ. മക്കളെയും പഠിപ്പിക്കുന്നേ. ഉറങ്ങാനൊരു സമയം കൊടുക്കുക, കുട്ടികൾക്ക് വായിക്കാൻ സമയം കൊടുക്കുക, കളിക്കാൻ സമയം കൊടുക്കുക, ഭക്ഷണം കഴിക്കാൻ സമയം കൊടുക്കുക. വളരെ പ്രധാനം. നാലാമത്തേത് ഞാൻ ആദ്യം പറഞ്ഞാണ്, നോ എന്ന് കുട്ടിയെ കേൾക്കാൻ ശീലിപ്പിക്കണം. യെസ് എന്ന് മാത്രമല്ല. അപ്പോഴേ കുട്ടി നോ പറയുള്ളൂ. ഇപ്പം എന്താ മറുപടി? എന്താടോ നീ ഇന്നലെ തറാവീഹ് നിസ്കരിക്കാതെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയതെന്ന് ചോദിച്ചില്ല. അവരങ്ങോട്ട് വിളിച്ചു, ഞാനങ്ങോട്ട് പോയി. അവര് ടെറഫൊക്കെ ബുക്ക് ചെയ്തതാ, പിന്നെ എങ്ങനെ പോകാണ്ടിരിക്കുക? അപ്പൊ അവിടെ എന്താ പ്രശ്നം? ഇവൻ കേട്ടിട്ടില്ല, എന്ത് നോന്ന് കേട്ടിട്ടില്ല. അപ്പൊ ഫ്രണ്ട്സിനോട് നോന്ന് പറയാൻ കഴിഞ്ഞില്ല. ഭയങ്കര അത്ഭുതമാണത്. അഞ്ചാമത്തെ കാര്യം, ഒരു കാരണവശാലും മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത്. അത് നിങ്ങൾ കുട്ടികളെ, സിബ്ലിങ്സിനൊക്കെ അത് പഠിപ്പിക്കുമാണ്. ഒരു വേർതിരിവും കാണിക്കരുത്. നിങ്ങളുടെ ഉള്ളിലുണ്ടാവും, ആ ഉള്ളു മാറ്റാനൊന്നും ആർക്കും കഴിയില്ല, പക്ഷെ പുറമെ കാണിക്കരുത്. ഉള്ളിൽ ചിലപ്പോൾ ചെറിയ കുട്ടിനോട് അധികം സ്നേഹം അല്ലടാ, അല്ലേ? ചിരിക്കണം, അപ്പം തന്നെ അറിയാം അങ്ങനെ ചെറിയ കുട്ടിനോട് അധികം സ്നേഹം ഉണ്ടാകും. അല്ലെങ്കിൽ കുറേ ആൺകുട്ടികൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതിനോട് ഒരു പ്രത്യേക സ്നേഹമൊക്കെ സ്വാഭാവികം. പക്ഷെ പുറത്ത് കാണിക്കരുത്. അത് ഭയങ്കരമാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏറ്റവും അവസാനം നബി പറഞ്ഞു, ഒരിക്കലും കുട്ടികളെ ശിക്ഷിക്കുമ്പോൾ അതിര് കടന്നു പോകരുത്. നിങ്ങൾക്കറിയാം, ഒരൊറ്റ സ്ഥലത്തെ നബി അടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, ഒറ്റ സ്ഥലത്ത്. ആ അടിൻ്റെ തന്നെ രീതിയും സ്വഭാവവും ഒക്കെ പറഞ്ഞു തന്നിട്ട്. ഏത് സ്ഥലം?
അതും എപ്പോ? 7ാമത്തെ വയസ്സ് മുതൽ 10ാമത്തെ വയസ്സ് വരെ എന്ന് വെച്ചാൽ 365 × 3 = എത്രയാണോ അത്ര കൂട്ടി നോക്കിക്കോ. അത്ര തവണ മോനെ നിസ്കരിക്കാൻ പോണേ, നിസ്കരിക്കണേ എന്ന് പറഞ്ഞാൽ 10ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അടിക്കാം. അല്ലാതെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒപ്പനോട് പറയണം തൊടാൻ പാടില്ല. അത്രയും തവണ പറഞ്ഞു. അത് ഭയങ്കര ആവശ്യമില്ലാത്ത ഒരു സംഗതിയും നമ്മൾ ചെയ്യാൻ പാടില്ല. സംഗതി ഒരിക്കലും ചെയ്യാൻ പാടില്ല. നോക്കൂ, ഇന്ന് ഈ മോഡേൺ ഈ ചൈൽഡ് സൈക്കോളജിയിൽ പറയുന്ന ഒരു സംഗതിയാണ് ഈ കമ്പാരിസൺ കുട്ടികൾക്കിടയിലുള്ള. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത് ഞങ്ങൾ വിചാരിച്ചത്. കമ്പാരിസൺ നടത്തിയ സഹാബത്തിനെ വിളിച്ചത് നോ, പറ്റൂല. ഇവന്റെ പ്രത്യേകത ഉണ്ട്, അവനവന്റെ പ്രത്യേകത ഉണ്ട്. ഒരാൾക്ക് +2 മാർക്ക് പറഞ്ഞു, ഒരാൾക്ക് മറ്റേതിന് അതിനെന്താ? ഈ +2 മാർക്ക് പറഞ്ഞു എന്ന് വിചാരിച്ച് ഇവിടെ എന്ത് സംഭവിക്കും? റിസ്ക് കുറയോ? റിസ്ക് നിശ്ചയിക്കപ്പെട്ടതല്ലേ? 3ാമത്തെ മാസത്തിൽ നിശ്ചയിക്കപ്പെട്ട റിസ്ക് അല്ലേ? അത് കുറയോ? അവസാനം മനസ്സിലാകാഞ്ഞാൽ പിന്നെ നമുക്ക് ആന്ന് പറയാൻ കഴിയില്ല. ആണ് പ്രശ്നം. അതപ്പോൾ പറയാൻ കഴിയാത്തത്. നമ്മളൊക്കെ വിചാരിക്കണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മക്കളെ ഇങ്ങനെ പഠിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്നത് കൊണ്ടാണ് എന്ത് ഇമ്മാരി വിശാലത റിസ്ക്കിലുണ്ടായത് എന്നാ നമ്മളാരാ പഠിപ്പിച്ചത്? നിങ്ങളും എല്ലാവരും യോഗ്യതൊക്കെ ഒന്ന് എല്ലാവരും നടന്നു നോക്കി, സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് ഫയലിലെടുത്ത് നോക്കി. എന്താന്നുള്ളത് ബന്ധമില്ല, ഒരു ബന്ധമില്ല. ആരാരെ പഠിപ്പിച്ചു? മറിയം ബീവി സക്കരിയയെ പഠിപ്പിച്ചതാണ് അലൈഹിസ്സലാം. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി. ഒരു ബന്ധം. ഒരു കാരണവശാലും സാധനന്മാരെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മക്കളെ പരസ്യമായിട്ട് അപമാനിക്കരുത് കേട്ടോ. ഉമ്മയൊപ്പയോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ കൈകൂടിക്കുക. നോ. ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് പറയല്ലോ, ഇല്ല മാഷാ അല്ലാഹ് നല്ല ഒപ്പേടാ, നമുക്കൊരു സ്വഭാവം ഉണ്ട്, അത് ഓനെ കണ്ട് പഠിക്കടോ എന്ന് പറയും. ആരെ കണ്ട്? ഓന്റെ വാപ്പാക്കെല്ലാം അറിയോ ഓന്റെ സ്വഭാവം എന്താന്നുള്ളത്. അമ്മാതിരി വാക്കിനെ പോകരുത്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. സാധനം നമ്മൾ ആരാകണം എന്ന് നമുക്ക് സലഫുസ്സാലിഹ്യങ്ങൾ കാണിച്ചതിൻ്റെ. പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുണ്ടാവും. ഒറ്റ വാക്ക് അവരോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒറ്റ വാക്ക്. ഇന്ന് ഭയങ്കരമായൊരു ട്രെൻഡാണ്. എന്താ വെച്ചാൽ ഈ സാധനം വെക്കുക. എന്ത് വെക്കുക? സ്റ്റാറ്റസ്. എന്താ സ്റ്റാറ്റസ്? എൻ്റെ മോൻ എൻ്റെ മോള് ഡാൻസ് ചെയ്യുന്ന സ്റ്റാറ്റസ്, ഒപ്പനയിൽ പങ്കെടുത്ത സ്റ്റാറ്റസ്, ഭയങ്കര സ്റ്റാറ്റസ്. അല്ല സ്റ്റാറ്റസ് അല്ലേ? നിങ്ങളെ മോന് ഉംറ ചെയ്തൊരു സ്റ്റാറ്റസ് വെക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് പറ്റുമോ? എൻ്റെ മോൻ ഖുർആൻ പഠിച്ചിട്ട് ഹിഫ്ളായിട്ടൊരു സർട്ടിഫിക്കറ്റ് വാങ്ങണ സ്റ്റാറ്റസ് വെക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു കാലം ഉണ്ടാവുമോ? അല്ലെങ്കിൽ എൻ്റെ മോൻ തറാവീഹിന് ഇമാമൊന്നും എന്നുള്ള UAE ഗവൺമെൻറ് കണ്ടില്ല നിങ്ങൾ? ഫ്രിജുൽ മുഅദ്ദിൻ എന്ന് പറഞ്ഞ് ഈ കുട്ടികളെ മുഴുവൻ വിളിച്ച് എന്താക്കുന്നുണ്ട്? മുഅദ്ദിനാകാൻ വേണ്ടി ക്ഷണിക്കുന്നുണ്ട് മുഴുവൻ മക്കളെ, അല്ലെങ്കിൽ ഇമാമാകാൻ ക്ഷണിക്കും. എന്തൊരു തെർബിയത്തിൻ്റെ രീതി ഞങ്ങൾ ആലോചിച്ചു. എന്ത് രസമാണ്. നമ്മൾ ഈ സ്റ്റാറ്റസ് ഒക്കെ നിർത്തിക്കൂടെ നമുക്കൊന്ന്? എന്നിട്ട് ഭയങ്കര അതിന് ലൈക്ക്, ഈ സാധനത്തിന് ലൈക്ക്. എന്തേ കിട്ടിയേ? അമ്മാതിരി ഒരുപാട് സ്റ്റാറ്റസ് കഴിഞ്ഞത്. അപ്പം നമ്മൾ കേൾക്കണതൊക്കെ അള്ളാഹു കാക്കട്ടെ. സഹോദരൻ, നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. ഈ ഉമ്മമാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഉമ്മമാർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബാധ്യതയുള്ളത്. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പറയല്ല, സത്യം അതാണ്, ചരിത്രം അതാണ്. ഇമാം സുഫിയാനു സൗരി റഹിമഹുല്ല, അദ്ദേഹത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ ആണ് അദ്ദേഹത്തെ മോൾഡ് ചെയ്തത്. മാപ്പ ഉണ്ടായിരുന്നില്ല, മാപ്പ മരിച്ചുപോയി ചെറുപ്പത്തിൽ. ചെറുപ്പത്തിൽ മാപ്പ മരിച്ചുപോയി. ഉമ്മ അധ്വാനിക്കായിരുന്നു. ഉമ്മ പറഞ്ഞു, മോനെ നീ പോയി വിജ്ഞാനം തേടിക്കോ, ഉത്തുലുബുൽ ഇൽം, ബാക്കി ഞാൻ ഏറ്റ്. അങ്ങനെ മനസ്സിലാക്കട്ടെ. നിങ്ങൾക്കറിയില്ലേ, അഹ്മദ് ബിൻ ഹംബൽ 4ാമത്തെ ഇമാമിൻ്റെ മദ്ഹബ. അദ്ദേഹം ഇങ്ങനെ ജീവിച്ചതാണ്, വാപ്പ ഉണ്ടായിരുന്നില്ല.
ഭയങ്കര ഫക്കീറായ ദരിദ്രമായ കുടുംബം, യതീമായാണ് അദ്ദേഹം ജീവിച്ചത് മുഴുവൻ. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഭയങ്കര സംഭവമായിരുന്നു. ആ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും ധാരാളം. ഒരുപാട് ദൂരമുള്ള വിദ്യാലയത്തിലേക്ക് മോനെയും കൊണ്ടുപോകും ഉമ്മ രാവിലെ. എന്നിട്ട് പുറത്ത് കാത്തു നിൽക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണത്? ഇമാം ബുഖാരി റഹിമഹുല്ല ഇതേ സ്വഭാവമായിരുന്നു, യതീമായിരുന്നു. ഉമ്മമാര് ഭയങ്കര. ഇന്നൊക്കെ നിന്റെ സൗകര്യമൊന്നുമില്ലല്ലോ, ദാരിദ്ര്യമല്ലേ, പട്ടിണിയല്ലേ. ഈ ഉമ്മമാരെ അധ്വാനിച്ചിട്ട് വേണം എന്ത് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ. എന്നിട്ടും അവർ ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ മക്കളെ ഈ രൂപത്തിൽ മാറ്റിയെടുക്കാനാണ്. സാധാരണ ഇതെല്ലാവരും ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാർ ശ്രദ്ധിക്കുക. അവർക്കാണ് ശരിക്കും ഒരു വലിയൊരു പങ്ക്. എന്നിട്ട് അള്ളാഹുവിനോട് പറയാം, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. ഇപ്പൊ മക്കൾ നല്ലതാണോ, എന്നാൽ ഒരു ദുആയും കൂടി കൂടുതൽ ചെയ്യണം. നല്ല മക്കളാണ്, എൻ്റെ കുട്ടികളൊക്കെ നല്ലതാണെങ്കിൽ ഒരു ദുആ എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക് വതഹവ്വുലി ആഫിയതിക് വഫുജാഅതി നിഖമതിക്. 3 വാക്ക്. മക്കൾ നല്ലതാണെങ്കിൽ ഇപ്പൊ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ ഈ ഉള്ള നിഅമത്ത് നീങ്ങിപ്പോകരുത് കേട്ടോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക് വതഹവ്വുലി ആഫിയതിക്. ഇപ്പൊ നമുക്ക് കിട്ടിയ ഒരു ആഫിയത്ത് ഉണ്ടല്ലോ, മക്കളെ കുറിച്ച് വരുമ്പോൾ ഒരു ആനന്ദം, സന്തോഷം മാറിപ്പോകരുത്. ഫുജാഅത്തി നിഖമതിക്, കേൾക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു വാർത്ത പെട്ടെന്ന് ഒരു ശിക്ഷ പോലെ വരരുത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ. അല്ലാഹു കാക്കുമാറാകട്ടെ. റമദാനിലാണ് അവസാനത്തെ 10 ലൈലത്തുൽ ഖദറാണ്. ലൈലത്തുൽ ഖദർ എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞത് പറഞ്ഞാലൊന്നും തീരൂല. ഭയങ്കര രസമാണ് ലൈലത്തുൽ ഖദർ. ഒരു വല്ലാത്ത അനുഭവമാണ്. ആസ്വദിച്ചുകൂടല്ലോ, ഇങ്ങനെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ആസ്വദിക്കണം. ഭയങ്കര. ആ മലക്കുകൾ വരുന്ന സ്ഥലം ഞാൻ പറഞ്ഞു, നമ്മളോട് സിദ്റത്തുൽ മുൻതഹ എന്ന് വരുന്നത്. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ എവിടെയെന്നറിയും? ഈ ഭൂമിയുടെ പ്രപഞ്ചം അവസാനിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എന്തില്ല, ഭൂമിയില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വേറെ ലോകം തുടങ്ങണം. അവിടുന്ന് വരുന്നത്. ഭയങ്കര. നേരത്തെ മീറ്റിംഗ് കൂടിയ ഇതിന് രണ്ടിൻ്റെ ഇടക്കാം, അവരെ മീറ്റിംഗ് പോയിന്റൊക്കെ അതിൻ്റെ ഇടയ്ക്ക്. ഭയങ്കര സംഭവം. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അതാ. ഖദർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരുപാട് ആശയമുണ്ട് ഖദറിന്. അതാണ് ഖദർ. ഭയങ്കര. ഏത് ഖദറില്ലാത്ത, ഖദർ എന്ന് പറഞ്ഞാൽ മഹത്വം, പദവി എന്നൊക്കെ വിചാരിച്ചോ, ഇല്ലാത്തവനും ഈ രാത്രിയിൽ എന്ത് കിട്ടും? പദവി കിട്ടും. ഞാൻ പറഞ്ഞു, നമുക്ക് സ്റ്റാറ്റസ് ഇല്ലാന്നൊന്നും ആരും വിചാരിക്കണം. നമുക്ക് അള്ളാഹു ഈ രാത്രി നമ്മൾ ഒന്ന് ഒരുങ്ങിയാൽ അള്ളാഹു സ്റ്റാറ്റസ് തരും. ഖദറാണ്. ഖദർ എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥം ഇങ്ങനെ ഇടുങ്ങുക. ഇങ്ങനെ ഇടുങ്ങും, ഭൂമി ഇടുങ്ങും എന്നാ. ഇടുങ്ങുക എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ എന്താ വെച്ചാൽ മലക്കുകളുടെ ആധിക്യം കൊണ്ട് ഇങ്ങനെ ഭയങ്കര റഷായിരിക്കും ഇവിടെ. പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തതുകൊണ്ട് നമ്മളറിയില്ല. ഭയങ്കര റഷായിരിക്കും. അതിനുമാത്രം. എത്ര നബി പറഞ്ഞത്? ചരൽക്കല്ലുകളെക്കാൾ അധികം എന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് എടുക്കും. ഖദർ എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥം കണക്കാക്കുക എന്നാ. സൂറത്ത് ദുഖാനിൽ പറഞ്ഞല്ലോ, ഇന്നാണ് എന്താക്കണത്, ഇന്നല്ല, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് എന്താക്കണത്? കൃത്യമായ എന്തുണ്ടാക്കണേ? ബഡ്ജറ്റ് ചെയ്യും. അതിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന ദിവസം ഭയങ്കര സംഭവമല്ലേ. പക്ഷെ നമുക്കാണ് ബോധ്യം വരുന്നില്ല, അതാ പ്രശ്നം. ഇപ്പൊ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് അതിൽ വേണ്ടേ? ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസലീൻ. ഭയങ്കര വാക്കുകളാ ഒക്കെ. ഭയങ്കര ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന ദിവസം എന്നാണ്, അല്ലാതെ ശഅബാൻ 15-നല്ല. എന്നാ ഉണ്ടാക്കുന്നത് ഈ ലൈലത്തുൽ ഖദറിലാണ്. എന്ത് സൂറത്ത് ദുഹാനിലെ ആ വരി അതാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ മുമ്പിൽ ഇരിക്കുക. എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ കാണണം. എന്നിട്ട് അള്ളാഹുമായിട്ട് ഇങ്ങനെ സംസാരിക്കുക. മുനാജ. അള്ളാഹു നമ്മളോട് മറുപടി പറഞ്ഞാൽ നമ്മൾ കേൾക്കുക. നമ്മൾ അങ്ങോട്ടും പറയാം. കേൾക്കും, ശരിക്കും കേൾക്കും, സംശയമില്ല. മനസ്സിലായില്ലേ? എന്താണോ റസൂൽ ചെയ്താൽ മതി, കൃത്യമായിട്ട് നടക്കും. നമ്മൾ പൊതുവേ പറഞ്ഞല്ലേ 3 സ്റ്റെപ്പുകൾ. അങ്ങനെ തന്നെ അള്ളാഹു തആല ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമായ റബ്ബേ, നിന്നെക്കുറിച്ച്, നിന്റെ ദീനിനെക്കുറിച്ച് ഞങ്ങൾ ഒരുപാട് നേരം ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം സംസാരിച്ചു. അള്ളാഹുവേ, ഞങ്ങൾ ഇന്ന് കബൂലാക്കണമേ.
അള്ളാഹുവെ പറഞ്ഞതും കേട്ടതും ഒക്കെ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണമേ. അർഹമുർറഹീമിനായ റബ്ബേ, നിന്റെ വലിയ ബർക്കത്ത് നൽകി ഞങ്ങളെ നീ ആദരിക്കണമേ. റഹ്മുറഹിമിനായ റബ്ബേ, ഞങ്ങളുടെ ശരീരത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ കച്ചവടങ്ങളിലും ഞങ്ങളുടെ ജോലികളിലും റഹ്മുറഹിമിനായ റബ്ബേ, ഈ റമദാൻ കൊണ്ട് പ്രത്യേകമായ ബർക്കത്ത് നൽകി ഞങ്ങളെ നീ ആദരിക്കണമേ. റഹ്മുറഹിമിനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അവരുടെ ഖബറിന് നീ വിശാലത നൽകണമേ. സ്വർഗത്തിൽ നിന്നുള്ളൊരു തോപ്പാക്കി അവരുടെ ഖബറിനെ നീ മാറ്റിക്കൊടുക്കണമേ. സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ അവരുടെ ഖബറിലേക്ക് നീ തുറന്നു കൊടുക്കണമേ. സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് നീ അവർക്ക് വിരിച്ചു കൊടുക്കണമേ. റഹ്മുറഹിമനായ റബ്ബേ, വല്ല പ്രയാസവും അവർ ഖബറിൽ നേരിടുന്നുവെങ്കിൽ അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ആ പ്രയാസങ്ങൾ നീ ഇല്ലാതാക്കി കൊടുക്കണമേ. റഹ്മുറഹിമനായ റബ്ബേ, ഞങ്ങളുടെ പലരുടെയും മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് നല്ല ആരോഗ്യം നൽകണമേ, ശേഷി നൽകണമേ, ഞങ്ങളോട് സ്നേഹം നൽകണമേ. ഞങ്ങൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി അവർക്ക് നീ തോന്നിപ്പിക്കണമേ, ആരോഗ്യം നൽകണമേ. ഇബാദത്ത് ചെയ്യാനുള്ള സിഹത്തും ആഫിയത്തും നൽകി അവരെ നീ ആദരിക്കണമേ. റഹ്മുറഹിമനായ റബ്ബേ, അവർക്ക് നന്മ ചെയ്യുന്ന നല്ല മക്കളായി ഞങ്ങളെ നീ മാറ്റണമേ. അവരോട് കരുണ കാണിക്കുന്നവരായി ഞങ്ങളെ നീ മാറ്റണമേ. റഹ്മുറഹിമനായ റബ്ബേ, മാതാപിതാക്കളോട് കരുണ കാണിച്ചതിൻ്റെ പേരിൽ സ്വർഗം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റഹ്മുറഹിമനായ റബ്ബേ, ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങൾ ഇന്ന് വലിയ പ്രയാസത്തിലാണ് റബ്ബേ. ഒരുപാട് ഞങ്ങളുടെ കൊച്ചുമക്കൾ, കുഞ്ഞുമക്കൾ വലിയ പ്രയാസത്തിലാണ് റബ്ബേ. ഗസയിലും ഫലസ്തീനിലുമൊക്കെ വല്ലാത്ത പ്രതിസന്ധിയിലാണ് റബ്ബേ. അവർക്ക് നീ ആശ്വാസം നൽകണമേ, സമാധാനം നൽകണമേ. അള്ളാഹുവെ, നിന്റെ ദീനിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ ഞങ്ങളെക്കാൾ അറിയുന്നവനാണ് റബ്ബേ നീ. അവരെ നീ പരാജയപ്പെടുത്തണമേ, അവരെ നീ പാഠം പഠിപ്പിക്കണമേ. അർഹമുറഹിമിനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ. ഞങ്ങളെ നീ സഹായിക്കണം റബ്ബേ. ബദറിലും ഉഹദിലും ഒക്കെ സഹായിച്ചതുപോലെ ഞങ്ങളെ നീ സഹായിക്കണം റബ്ബേ. റഹ്മുറഹിമീനായ റബ്ബേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. റഹ്മുറഹിമീനായ റബ്ബേ, ഞങ്ങളെക്കാൾ ഭീകരമായ രോഗം നൽകി നീ അയ്യൂബ് നബിയെ പരീക്ഷിച്ചിട്ടുണ്ട് റബ്ബേ. അയ്യൂബ് നബിക്ക് രോഗശമനം നൽകിയ റബ്ബേ, ഞങ്ങളുടെ എല്ലാ രോഗത്തിൽ നിന്നും ഞങ്ങൾക്ക് നീ ശിഫ നൽകണമേ, ആശ്വാസം നൽകണമേ, സമാധാനം നൽകണമേ. രോഗമെന്ന പരീക്ഷണത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾക്കും പ്രയാസങ്ങൾക്കും തത്തുല്യമായി ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാപ്പി തരണമേ. റഹ്മുറഹിമനായ റബ്ബേ, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് റബ്ബേ. റഹ്മുറഹിമനായ റബ്ബേ, നിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് റബ്ബേ, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് റബ്ബേ. ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം ഖലീലുല്ലാഹി ഇബ്രാഹിമിനെ രക്ഷിച്ച റബ്ബേ, ഞങ്ങളെ എല്ലാ പ്രതിസന്ധികളിലും നീ രക്ഷപ്പെടുത്തണമേ, എല്ലാ പ്രയാസത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ. റഹ്മുറഹിമീനായ റബ്ബേ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഫിർദൗസുൽ അലയിൽ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ, കുടുംബങ്ങളുടെ, മക്കളുടെ കൂടെ ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. റഹ്മുറഹിമീനായ റബ്ബേ, ഈ ദുനിയാവിൽ ഈമാനോടുകൂടി തൗഹീദോടുകൂടി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. ഈമാനും തൗഹീദുമുള്ള സമൂഹത്തിന്റെ കൂടെ ഞങ്ങളെ നീ ഒന്നിപ്പിക്കണമേ. ഈമാനും തൗഹീദും പറയാനും പ്രചരിപ്പിക്കുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണമേ. ഈമാനും തൗഫീഖിനും ഷാഹിദാകാനുള്ള ശക്തി ഞങ്ങൾക്ക് നീ നൽകണമേ. റഹ്മുറഹിമനായ റബ്ബേ, ഈമാനോടുകൂടി തൗഫീഖോടുകൂടി ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കണം റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. അർഹമുറഹിമനായ റബ്ബേ, മരണത്തിന് മുമ്പ് തൗബ ചെയ്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. തൗബ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങളുടെ മരണം ഞങ്ങൾക്ക് നീ റാഹത്താക്കണമേ. മരണത്തിന് ശേഷം റബ്ബേ, സ്വർഗം നൽകി ഞങ്ങളെ നീ ആദരിക്കണമേ. അർഹമുറഹിമനായ റബ്ബേ, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റബ്ബേ. വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണം റബ്ബേ. വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണം റബ്ബേ. അർഹമുറഹിമനായ റബ്ബേ, ഞങ്ങളുടെ ഖബറിനെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു തോപ്പാക്കി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ. അർഹമുറഹിമനായ റബ്ബേ, ഞങ്ങളുടെ ഖബറിൽ നീ വിശാലത നൽകണമേ. ഞങ്ങളുടെ ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ തുറന്നു തരണമേ. സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് ഞങ്ങളുടെ ഖബറിൽ നീ ഞങ്ങൾക്ക് വിരിച്ചു തരണമേ.
അർഹമുർ റബ്ബേ ഖബർ ഞങ്ങൾക്ക് നീ സ്വർഗമാക്കി മാറ്റി തരണമേ. അർഹമുർ റബ്ബേ ഖബർ ഞങ്ങൾക്ക് നീ സ്വർഗമാക്കി മാറ്റി തരണമേ. അർഹമുർ റബ്ബേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് നല്ല സഹോദരങ്ങളുണ്ട് റബ്ബേ. അവരുടെയൊക്കെ എല്ലാ സാലിഹായ മുറാദുകളും നീ പൂർത്തിയാക്കി കൊടുക്കണമേ. അവരുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണമേ. അവരുടെ കടങ്ങൾ നീ ഇല്ലാതാക്കി കൊടുക്കണമേ. അവരിൽ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണമേ. കുടുംബമില്ലാത്തവർക്ക് കുടുംബത്തെ നൽകണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകണം റബ്ബേ. അർഹമുർ റബ്ബേ അസ്ഹാബുൽ ഖുർആനിൽ അഹ്ലുൽ ഖുർആനിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റബ്ബേ. അർഹമുർ റബ്ബേ ഖുർആൻ ഞങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റബ്ബേ. അർഹമുർ റബ്ബേ ധാരാളം വർഷം ഈ റമളാൻ അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. അർഹമുർ റബ്ബേ ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്ന സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റബ്ബേ. അർഹമുർ റബ്ബേ നിന്റെ നബി പറഞ്ഞ മഹ്റൂമീങ്ങളിൽ ലൈലത്തുൽ ഖദ്ർ നിഷേധിക്കപ്പെട്ടവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുത് റബ്ബേ. അർഹമുർ റബ്ബേ ലൈലത്തുൽ ഖദ്ർ ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ ആ സമയത്ത് ഞങ്ങളെ നീ എത്തിച്ചു തരണം റബ്ബേ. അർഹമുർ റബ്ബേ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന, നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്ന, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്ന ഞങ്ങൾ റബ്ബേ നിന്നോട് പ്രാർത്ഥിച്ചു റബ്ബേ. ഈ പ്രാർത്ഥനകൾ ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണമേ. ഈ പ്രാർത്ഥനകൾ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് റബ്ബേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെക്കാൾ അറിയുന്നവനാണ് റബ്ബേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണമേ. എല്ലാ സാലിഹായ ആവശ്യങ്ങളും ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണമേ. അർഹമുർ റബ്ബേ ഞങ്ങളുടെ ആഖിറത്തിന് കോട്ടം വരാത്ത എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണമേ. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصر إخواننا المسلمين في كل مكان. اللهم بارك لنا في هذا الشهر الكريم. اللهم بارك لنا في هذا الشهر الكريم. اللهم بارك لنا في هذه الليلة المباركة. اللهم بارك لنا في هذه العشر الأواخر. اللهم بارك لنا في أنفسنا. اللهم بارك لنا في أزواجنا. اللهم بارك لنا في أولادنا. اللهم بارك لنا في بناتنا. اللهم بارك لنا في تجارتنا. اللهم بارك لنا في أعمالنا. اللهم بارك لنا في بيوتنا. اللهم بارك لنا في ديارنا. اللهم بارك في هذه الدولة المباركة برحمتك يا أرحم الراحمين. برحمتك يا أرحم الراحمين. ربنا اغفر لنا ولوالدينا. ربنا اغفر لنا ولوالدينا. ربنا اغفر لنا ولوالدينا. رب ارحمهما كما ربيانا صغيرا. اللهم أصلح لنا ذريتنا. اللهم أصلح لنا أولادنا. اللهم أصلح لنا ذريتنا. اللهم أصلح لنا أولادنا. اللهم أصلح لنا ذريتنا. اللهم ألهمهم الرشد يا رب العالمين. اللهم ألهمهم الرشد يا رب العالمين. اللهم ألهمهم طريق الإيمان يا رب العالمين. اللهم أوصلهم وإيانا إلى الطريق المستقيم، إلى الصراط المستقيم برحمتك يا أرحم الراحمين. اللهم اجمعنا في جناتك الفردوس كما جمعنا في هذا المسجد يا رب العالمين. اللهم اجمعنا في جنات الفردوس كما جمعنا في هذا المسجد يا رب العالمين. اللهم اجمعنا في جنات الفردوس كما جمعنا في هذا المسجد برحمتك يا أرحم الراحمين. توفنا مسلمين والحقنا بالصالحين. وصلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.